ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കണ്ടില്ലേ, ഇത് കണ്ട നമുക്ക് കുറച്ച് ചകരിച്ചോറ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ചകരിച്ചോറ് കുറച്ച് ഉണ്ടാക്കാമല്ലോ, അതിന് കാണിച്ചു തരാനാണ് ഞാനിപ്പം. ഈ ചകരിച്ചോറ് ഞാൻ ഈ ബക്കറ്റിൽ കുറച്ച് പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരാഴ്ചയായി പൊതിർത്ത് വെച്ചിട്ടേ ഇതിങ്ങനെ പൊതിർത്തിട്ടാകുമ്പോൾ നമ്മളിതിങ്ങനെ ചെറുങ്ങനെ കീറിയിട്ട് എടുക്കുക. കേട്ടാ, പൊതിർന്നത് പോരാ, ഇന്നും കുറെ കാലം കൂടി പൊതിരാനുണ്ട്. കുറച്ചും കൂടി ഒരു മാസം വെച്ചാൽ നല്ലോണം പൊതിർന്നോളൂ. പിന്നെ നമുക്ക് വേഗം എളുപ്പമാണ്. ഒരു അത്രയോ ദിവസമായിട്ടും ഞാനവിടെ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എത്തിയത് എടുക്കാൻ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഈ രണ്ട് തലയും കൊത്തിയിട്ടാകുമ്പോൾ ഇതിങ്ങനെ ചെറുങ്ങനെ കീറുക. കണ്ടാ, ഈ ചെറുങ്ങനെ കീറിയാൽ നമുക്കെന്ന് വെച്ചാൽ വേഗം പെട്ടെന്ന് തച്ചെടുക്കാൻ കഴിയും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ എടുത്താൽ നല്ല ചകരിച്ചോറ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ചേരി ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിരുന്നാക്കണ്ട. മഴക്കാലം നമ്മൾ കുറേ പൊതിർത്തിട്ട് ഇങ്ങനെ കൂനൽ കൂട്ടിയിട്ടാണ് മഴ പെയ്യുന്നിടത്ത് വെച്ചാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എടുത്തിട്ട് കുറേശ്ശെ സമയം കിട്ടുമ്പോൾ നമുക്ക് ചകരിച്ചോറ് ഉണ്ടാക്കി വെക്കാം. അതാണ് ഞാൻ എടുക്കുന്ന പണി. നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഇതിവിടെ കുറച്ചുകൂടി ഞാൻ ആക്കി വെച്ച് നിങ്ങൾ എന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ മുട്ടി നല്ല വണ്ണുള്ള മുട്ടി വേണേന്. വണ്ണുള്ള മുട്ടിയില്ല, ചെറുതേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ തല്ലുക. കണ്ടില്ലേ, ഇതിങ്ങനെ തച്ചിട്ട് ഇങ്ങനെ തച്ച് നല്ല ശരിക്ക് കുച്ചാക്കണം. അതിനാണ് എന്താ അതോടെ പൊതിർന്നത് പോരാ, അതിന് കുറച്ചും കൂടി പൊതിർക്കണം. പച്ചച്ചേരി അങ്ങ് വേഗാവും. ഇത് ഉണങ്ങിയ ചേരിയായിപ്പോയതുകൊണ്ട് കുറേ ഒരാഴ്ചയിലധികമായി പൊതിർത്ത് വെച്ചിട്ട് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ കാര്യവും നിങ്ങൾക്കും കൂടി കാണാമല്ലോ. ഇതുപോലെ കണ്ടാ, ഇതുപോലെ കുച്ചാക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ കിട്ടി. കണ്ടാ, ഇതുപോലെ കിട്ടി. ഇത് കണ്ടല്ലോ, ഇതുപോലെയായി. ഇതിപ്പോൾ ഇവിടെ വെക്കുക. ഇനിയിപ്പോൾ ഇതും കൂടി കുറച്ചും കൂടി ഞാൻ തട്ടിയിട്ട് ആക്കട്ടെ. കണ്ടാ, ഇതുപോലെ പൊതിർത്ത് വെച്ച കണ്ടാന്നിങ്ങനെ നല്ലോണം പൊതിർത്തു. ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ എടുക്കാൻ കിട്ടൂല, തച്ചിട്ട് വരൂല, ഉണങ്ങി പറ്റി പോകും. ഇപ്പം പൊതിർത്ത് കഴിഞ്ഞു ഒരാഴ്ച കൂടി പൊതിർന്നുണ്ടെങ്കിൽ അത്രയും വേഗം പെട്ടെന്ന് കിട്ടും. അത്രയൊന്നും പണിയില്ല. ഞാനുണ്ട് അവിടെ കുണ്ടിൽ പൊതിർത്ത് വെച്ചിട്ടുണ്ട് കുറേ ചേരി. അതുകൊണ്ട് ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ചേരിക്കുച്ചി ഉണ്ടാക്കാനും നമുക്ക് പണിയില്ല. ചേരി ഉള്ളവർ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചേരിക്കുച്ചി ഉണ്ടാക്കാം. ഇല്ല, അതിൻ്റെ പൊടിയല്ലിയിൽ തന്നെ വീണിട്ട് എന്താ എല്ലാം ഒന്നും പോയി പോവില്ല. ഇത് കണ്ടില്ലേ, ഇതും കൂടി ഞാൻ ആക്കട്ടെ. ഇതെല്ലാവരും ഇതുപോലെ തന്നെ എല്ലാവരും പഠിക്കണം. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമുക്കൊരു സ്വബുദ്ധി കൊണ്ട് നമ്മൾ പഠിച്ചിട്ട് എടുക്കുന്നതാണ് ഇതെല്ലാം. ഞാനെല്ലാം സ്വന്തമായിട്ട് തന്നെ പണ്ട് ചേരി ഇങ്ങനെ പൊതിർത്ത് വെച്ചിട്ടാണ് കയറ് വിരിക്കുക. അമ്മേൻ്റെ അച്ഛൻ കയറ് വിരിക്കലുണ്ട്. ഇതിനകത്ത് ചകരിച്ചോറ് ഇങ്ങനെ വെള്ളത്തിലിട്ട് പൊതിർത്തിട്ട് പിന്നെ ഇതേപോലെ തച്ചിട്ടാണ് ഈ കുച്ചി ഉണ്ടാക്കുക. ആ കുച്ചി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ തച്ച് അതിൻ്റെ പൊടിയെല്ലാം ചേറെല്ലാം കളഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചേറാക്കിയിട്ട് അത് കളഞ്ഞിട്ട് പിരിച്ചിട്ടാണ് കയറ് വിരിക്കുക. നമ്മളെ മരത്തോട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കെട്ടിയിട്ടാണ് കുറേശ്ശെ ഈ ചേരി എടുത്ത് വെക്കും. എന്നിട്ട് പിരിച്ച് കൂട്ടുക ചെയ്യുക. അങ്ങനെയാണ് ചൂടി കയറ് എല്ലാം ഉണ്ടാക്കുന്നത്. ചൂടിയും കയറും എല്ലാം അങ്ങനെ ഉണ്ടാക്കുക. നമ്മളത് അതിനൊന്നും മനക്കെടാറില്ല. മുകളിൽ ഒരുപാട് കയറ് അമ്മേൻ്റെ അച്ഛൻ പിരിക്കലുണ്ട്. നമ്മളെ വീട്ടിലേക്ക് വരുന്ന കയറാക്കുമ്പോൾ തന്നെ അമ്മേൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കുക. അതെല്ലാം നമ്മളിങ്ങനെ കാണലുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പം നമുക്ക് എടുക്കാനൊരു താല്പര്യവും. ഇതിങ്ങനെ ചെയ്താൽ എന്താന്നുള്ള ഓരോന്ന് കണ്ടു നോക്കല. നീ എന്താ വേഗം പൊതിർത്തുകൊണ്ട് വേഗമാകുന്നു. കേട്ടാ, കേട്ടില്ലേ, ഇതേപോലെ കുച്ചാക്കി ഇട്ടു. നമ്മളിപ്പോൾ ചേരി എത്ര ക്ഷണം കിട്ടിയില്ലേ. ഇത് ചെറുങ്ങനെ ആക്കിയത് കൊണ്ടാണ് വേഗം കിട്ടുന്നത്. എന്താ ഇഷ്ടംപോലെ വെള്ളത്തിലാണ് പൊതിർത്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ചകരി കുച്ചാക്കാം. എന്താ ഇനി ഞാൻ നിങ്ങളെ ഇത് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ദിവസമായി. ഇതിപ്പോൾ ഞാനത് അത്ര പേരെ കുച്ചാക്കിയിട്ടു. ഇനി ഞാനത് തറച്ചിട്ടിട്ട് ചെറിയ ചോറ് പോലെ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇനി എന്നാ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു. ഇത് ഇങ്ങനെ കുച്ചാക്കിയിട്ടു. കണ്ടാ, ഇതേപോലെ പറിച്ചിട്ട്
നല്ല കുച്ചു പോലെയാക്കി കണ്ട ഉണ്ടല്ലേ. അതാ നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ട ഇതുപോലെ കുച്ചാക്കി കണ്ട ഇതുപോലെ കുച്ചാക്കിയിട്ടു. ഇനിയിപ്പോൾ ഇത് നമ്മൾ തറച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാകുന്നതാണ് ഇത് കേട്ടാ. ഇതാണ് വേഗമാകുന്ന സംഭവം. പിന്നെ ഇതിങ്ങനെ ചേരി വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണക്കിൽ തന്നെ നമ്മളിങ്ങനെ മുള്ളു ഇതുപോലെ കമ്പിക്ക് ദ്വാരാക്കിയിട്ട് നമ്മൾ അങ്ങനെ എടുക്കും. അങ്ങനെയും ഞാൻ എടുക്കലുണ്ട്. പക്ഷെ അത് ഒരുപാട് പണിയുണ്ട്. ഇതാകുമ്പോ പൊതിർത്തിട്ടാകുമ്പോൾ വേഗം കിട്ടും കേട്ടാ. എന്താ ഇതേപോലെ എന്താ എന്താ ഞാനത് തേച്ച് തറച്ചിട്ട് ഒരുപാടായി പോയി. ഇത് കണ്ടല്ലോ, ഇത് കണ്ട ഇത് ഞാൻ തറച്ചിട്ടിട്ട് ഇതാ ഇത്രപ്പോ തറച്ചിട്ട് ബാക്കി ഇന്നും തരിക്കാനുണ്ട്. നമുക്കിപ്പോ ഒരു ബാഗിലൊക്കെ ഉണ്ടെന്ന് ഇഷ്ടംപോലെ മതി. നമുക്ക് കണ്ട ഒരു ബാഗിലേക്ക് ഉണ്ട് ചകരിച്ചോറ് ഇഷ്ടം പോലെയായി. ഇത്ര സമയം വേണ്ടു. അതുകൊണ്ട് നമുക്ക് വീണുന്നത് സമയം കിട്ടുമ്പോ നമുക്കിത് തറച്ച് ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ട് വെക്കാം കേട്ടാ. വെച്ചാല് നമ്മളെ ആവശ്യം തീരും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ചകരിച്ചോറില്ല പൈസ കൊടുത്ത് മേടിക്കുന്നതിനും വേഗം നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ചേരി ഉണ്ടെങ്കിൽ, തേങ്ങയുടെ ചേരി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കാം. ഇതിപ്പോ കണ്ടല്ലോ, ഞാനിപ്പോ ഇത്ര ക്ഷണം കൊണ്ട് ഞാനിത് ഇതാക്കി വെച്ച് കണ്ടില്ലേ. ഇത്ര പോരായി. ഒരു ബാഗിൽ എണ്ണ ചേരിയായില്ലേ. ഇത് കണ്ട ഇത് കണ്ടല്ലോ. ഇതാ ഇതേപോലെ ചകരിച്ചോറായില്ലേ. ഇത്തിരി ഒരു ബാഗിൽ ഇടാൻ ചകരിച്ചോറായി. ഇതാകുമ്പോ അത് മാത്രമല്ല, മറ്റേ ചകരിച്ചോറല്ല അത് പൊടിഞ്ഞായ വളമായി പോകും. ഇതിപ്പോ ബാഗൊന്നും വളാവില്ല. ഇതിപ്പോ നമ്മൾ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നേർക്ക് തറച്ചാൽ വളായി. പക്ഷെ ഇത് അങ്ങനെ വേണ്ട. ഇത് കുറച്ച് ഇതായി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ പച്ചക്കറി നട്ടിട്ടാകുമ്പോൾ അവർക്ക് ഇത് പോടാനും ഇത് വെള്ളം കുടിക്കാണ്ട് ഇങ്ങനെ കുത്തോട്ട് വെള്ളം കുടിക്കാണ്ട് പോകാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ തറച്ചിട്ടാക്കിയിരുന്നത്. ഇപ്പൊ കണ്ടല്ലോ, കണ്ടാ ഇത് കണ്ടില്ലേ. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങളും ആക്കുക, നിങ്ങളും ചെയ്യുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ തറച്ചിട്ടിട്ട് നമ്മളിത് ഉണ്ടാക്കുക. ഇന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലത്തിന് സമയമുള്ളൂ, അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഒരു പച്ചക്കറി നടുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളിൽ വേരോട്ടം നല്ലപോലെ വേരോടുമെങ്കിൽ പച്ചക്കറി ഉഷാറായിട്ട് തഴച്ച് വളരുമെങ്കിൽ മറ്റേ പച്ചക്കറിയൊക്കെ ആ ചകരിച്ചോറാക്കാട്ടി നമ്മൾ വാങ്ങി വെക്കുന്ന ചകരിച്ചോറാക്കാട്ടി നല്ലത് ഇതാണ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചിടുമ്പോൾ മറ്റേ തീറ്റപ്പുറം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ നല്ലപോലെ നമ്മുടെ പച്ചക്കറിക്ക് വേരിന് ചുറ്റും ഇത് ഇട്ട് കൊടുക്കുക. എന്നാന്ന് വെച്ചാൽ ഓടിപ്പോകും. വേരോട്ടം വരുമ്പോൾ നമുക്ക് പച്ചക്കറി ഉഷാറായിട്ട് പോകും, രോഗങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നാളെ വേറെ വീഡിയോയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരണം. ഹൈപ്പ് അടിക്കണം, ലൈക്ക് അടിക്കണം, ഹൈപ്പ് അടിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, സ്കിപ്പ് ചെയ്യാതെ ഉണ്ട് കാണണം. ആര് കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണും. ഇപ്പം ചെറിയ ആൾക്കാരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുള്ളൂ, ബാക്കി എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടാണ് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യമില്ല. നിങ്ങൾ കണ്ടാൽ പോരാതെ ആദ്യ ഭാഗം തീരെ കളയാൻ പാടില്ല. ആദ്യ ഭാഗം കളഞ്ഞിട്ട് പിന്നെ അവരെ യൂട്യൂബ് അങ്ങനെ തന്നെ പകുതിയിലധികം നിങ്ങൾ ആദ്യം കാണാതെ ഉണ്ട് മറ്റേത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വെച്ച് നീട്ടി പോകാൻ പാടില്ല. അവിടെ എനിക്ക് അത്രയും നിങ്ങളോട് പറഞ്ഞു.